Welcome to Bosco Campus Vision. Today we are discussing the subject Labor Law and Industrial Relation of S5 BBA under Kerala University. I am myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Last class, we already discussed what is discipline, the objectives of discipline, and the different types of discipline, that is, positive discipline and negative discipline. So, today we are discussing the different kinds of punishment or penalties in discipline or a progressive discipline and what are the causes of indiscipline. So, let's see what are these topics. So these are the different kinds of punishments or penalties in discipline. So the punishment or penalties may be divided into two, that is minor penalty or major penalty. So the minor penalties are oral warning, written reprimand, loss of privileges, fines, suspensions. And the major penalties are withholding increments, demotion or stopping promotion, then discharge and the dismissal. So the minor penalties ഇല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് the kinds of punishment, അതായത് ഓർഗനൈസേഷനിൽ ഇൻഡിസിപ്ലിൻ ആയിട്ട് വരുന്ന വ്യക്തികൾ, അതായത് ഓർഗനൈസേഷനെ ഡിസിപ്ലിൻ നമ്മൾ പറഞ്ഞ എന്താണ് ഓർഡർലിനെസ് ഓർ ദ ആബ്സെൻസ് ഓഫ് ഡിസോർഡർ ഓർ എ കൺഫ്യൂഷൻ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ആക്ഷൻ ഇസ് കോൾഡ് ഡിസിപ്ലിൻ. അപ്പം അങ്ങനെ നല്ലൊരു ഡിസിപ്ലിൻഡ് ആയൊരു വ്യക്തി അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്കകത്ത് ഡിസിപ്ലിൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, അതായത് ഇൻഡസ്ട്രിയിലെ റൂൾസ് സ്റ്റാൻഡേർഡ്സ് പ്രൊസീജിയേഴ്സ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ പെനാൽറ്റി, ദാറ്റ് ഈസ് there are two types of penalty, that is minor penalty and major penalty. അപ്പോൾ ഒരു മൈനർ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വാർണിംഗ് ഇല്ല, അതായത് ഒരു ചെറിയ രീതിയിലുള്ള ചില പണിഷ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സിൻ്റെ കാഠിന്യം അനുസരിച്ചിരിക്കും പെനാൽറ്റീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മൈനർ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അത്യാവശ്യം എന്താണ് വാണിങ്ങിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിലൂടെ നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൈനർ പെനാൽറ്റീസ് ആ ഫസ്റ്റ് ഇസ് ഓറൽ വാണിംഗ്. അപ്പോൾ സാധാരണ കേസിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയാൽ ആദ്യം ഇൻഡസ്ട്രി ചെയ്യുന്നത് എന്താണ്, ഒരു ഓറൽ വാണിംഗ്, അതായത് വാക്കുകൊണ്ട് പറയും ഇല്ല ഇനി നിങ്ങളിത് ആവർത്തിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ തെറ്റ് പറ്റി ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് ഓറലായിട്ടാണ് നമ്മളോടത് നമ്മുടെ ബോസോ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സോ നമ്മളോട് പറയുന്നത്. സെക്കൻഡ് ഇസ് റിട്ടേൺ റിപ്പറിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിപ്പറിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു താക്കീതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, റിട്ടേൺ റിപ്പറിമെൻറ്റാണ്, അതായത് റിട്ടേൺ ആയിട്ടൊരു മെമ്മോ നമ്മുടെ കയ്യിൽ തരുവില്ലേ, നിങ്ങൾ ഇന്ന തെറ്റുകൾ ചെയ്തു, ഇനി നിങ്ങൾക്ക് ആവർത്തിച്ച് കഴിഞ്ഞാൽ ഇന്ന നടപടിയിലേക്ക് ഞങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മുടെ കയ്യിൽ തരുന്നതാണ്. അപ്പം ഓറൽ വാണിംഗ് കഴിഞ്ഞാൽ ആദ്യം വാക്കാൽ പറഞ്ഞു എന്നിട്ട് നമ്മൾ വീണ്ടും തെറ്റ് ആവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അതൊരു റിട്ടേൺ താക്കീതായിട്ട് നമുക്ക് തരും. ആൻഡ് തേർഡ് ഇസ് ലോസ് ഓഫ് പ്രിവിലേജസ്. ഇനി അതിനുശേഷവും നമ്മൾ ആ തെറ്റ് ആവർത്തിക്കണം അല്ലെങ്കിൽ വീണ്ടും തെറ്റിലേക്ക് പോയാൽ പിന്നെ തന്നെ എന്താണ്, ലോസ് ഓഫ് പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടാൻ അർഹതയുള്ള ചില കാര്യങ്ങൾ തടഞ്ഞു വയ്ക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് സാലറിയുടെ കേസുകളോ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇല്ലാതെ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുന്ന ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കുക. അതിനുശേഷം ഫൈൻസ്. ഇനി എന്നിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ ഈടാക്കും, അതായത് നമുക്ക് തരുന്ന വേജസിൽ നിന്നോ സാലറിയിൽ നിന്നോ ഒരു എമൗണ്ട് അവർ ഫൈനായിട്ട് ഈടാക്കും. അതിനുശേഷം എന്താണ്, ആ വ്യക്തി വീണ്ടും എന്താണ് ഓർഗനൈസേഷനിൽ ഇൻഡിസിപ്ലിനായിട്ട് പെരുമാറുകയാണെങ്കിൽ പിന്നെ എന്താണ് സസ്പെൻഷൻ എന്ന് പറയുന്നൊരു പ്രൊസീജിയർ, അതായത് താൽക്കാലികമായി ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്ര നാളത്തേക്ക് മാറ്റി നിർത്തുന്ന ഒരു പ്രൊസീജിയറിലേക്ക് കടക്കും. അപ്പം ഇത്രയാണ് മൈനർ പെനാൽറ്റീസ്, ഒരു ഇൻഡസ്ട്രിയിൽ കൊടുക്കുന്ന പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ പെനാൽറ്റീസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻഡിസിപ്ലിൻ ആയിട്ട്. അപ്പം മൈനർ പെനാൽറ്റീസ് ആർ ഓറൽ വാർണിംഗ്, റിട്ടേൺ റിപ്പറിമെൻറ്റ്, ലോസ് ഓഫ് പ്രിവിലേജസ്, ഫൈൻസ്, പിന്നെ സസ്പെൻഷൻ. ഇനി മേജർ പെനാൽറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനി വലിയ രീതിയിലുള്ള തെറ്റുകളിലേക്ക് നമ്മൾ വീണ്ടും പോയാൽ അവിടെ ഫസ്റ്റ് വിത്ത് ഇൻക്രിമെൻറ്റ്സിൽ, അതായത് സാലറി കൂടാതെ കിട്ടുന്ന ഇൻക്രിമെൻറ്റ്സിനെ വിത്ത് ചെയ്യുക, അതായത് കൊടുക്കാതെ. ഇപ്പം നമുക്കെന്നറിയാം ചില കേസുകളിലൊക്കെ ചില ഉദ്യോഗസ്ഥർ സസ്പെൻഷനൊക്കെ നിൽക്കുമ്പോൾ എന്താണ് സാലറി മാത്രമേ കൊടുക്കൂ, ആ സാലറിയും ചിലപ്പോൾ പകുതിയെ കൊടുക്കും, പിന്നെ അത് കൂടാതെ കിട്ടുന്ന എക്സ്ട്രാ അലവൻസുകളോ DA അങ്ങനെയുള്ള ഒന്നും അവർക്ക് കൊടുക്കാറില്ല. അതുപോലെ ഇൻസെൻറ്റീവ്സ് ഇതൊക്കെ വിത്ത് ചെയ്ത് ഇത്ര നാളത്തേക്ക് കൊടുക്കാതെ വെച്ചിരിക്കും.
പിന്നെ ഡീമോഷൻ അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉയർന്ന തസ്തികയിൽ ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഒരു പോലീസിൻ്റെ ഇതെടുക്കുകയാണെങ്കിൽ അല്ലേ, ഒരു കോൺസ്റ്റബിൾ ആയിരുന്ന ഒരു വ്യക്തി നമ്മൾ എന്താണ് ആദ്യത്തെ പോസ്റ്റിലേക്ക് കടന്നു, അങ്ങനെ ഒരു CA വരെ ആയി എന്ന് പറഞ്ഞാൽ CA ആയിരിക്കുന്ന സമയത്ത് ആ വ്യക്തി എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഡീപ്രൊമോട്ട് ചെയ്ത് എന്ത് ചെയ്യും, വീണ്ടും SI ആക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ വിരിക്കെ അതുപോലെ തന്നെ എന്താണ് പ്രൊമോഷനിലായിരിക്കേണ്ട ഒരു വ്യക്തി, ഇപ്പം കോൺസ്റ്റബിൾ ആയിരുന്ന വ്യക്തി ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആവേണ്ട പ്രൊമോഷൻ സ്റ്റേജിൽ നിൽക്കുന്നു. അപ്പോൾ അവിടെ ഒരു തെറ്റ് ആവർത്തിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി എന്ത് ചെയ്യും, ആ പ്രൊമോഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഒരിക്കലും അയാളെ ക്ലറിക്കലിൽ നിന്ന് UD അല്ലെങ്കിൽ അപ്പർ ലെവലിലേക്ക് അയാളെ കടത്തി വിടാറില്ല. പിന്നെ ഡിസ്ചാർജ് അല്ലേ, അതിനുശേഷം എന്താണ് അടുത്തൊരു പണിഷ്മെൻറ്റാണ് ഡിസ്ചാർജ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വ്യക്തിയെ ഇൻഡസ്ട്രിയിൽ നിന്ന് എടുത്ത് മാറ്റും. ഇത്ര നാളത്തേക്ക് സസ്പെൻഷൻ പോലെയാണ് അല്ലേ ഒരു ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ, എന്താണ് മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ. അതിനുശേഷം എന്താണ് ഡിസ്മിസൽ. അപ്പം ഈ ഒരു മൈനർ പെനാൽറ്റി, ഒരു ഓറൽ വാർണിങ്ങിൽ തുടങ്ങി ഈ പറഞ്ഞ മേജർ പെനാൽറ്റീസിൽ ഏറ്റവും അവസാനം വരുന്നത് എന്താണ്, ഡിസ്മിസൽ എന്ന് പറഞ്ഞൊരു കാലഘട്ടം. അതായത് ഇത്രയും പണിഷ്മെൻറ്റ്സ് ഉണ്ടായിട്ടും ആ വ്യക്തി ഇതെല്ലാത്തിനെയും ഇല്ലേ എന്താണ് ഓരോന്നിനെയും ക്ഷമിച്ച് വരുമ്പോഴത്തേക്ക് അവസാനം എന്താണ് കമ്പനി പിന്നെ ആ വ്യക്തി ഇൻഡസ്ട്രി നിലനിർത്തത്തില്ല. അയാൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കമ്പനി ഡിസ്മിസൽ എടുത്ത് കളയും. കാരണം ഇത്രയും വാർണിങ്സിലൂടെ ആ വ്യക്തി ഓർഗനൈസേഷൻ്റെ ഡിസിപ്ലിൻ അനുസരിച്ച് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, ആ വ്യക്തിയെ ഡിസ്മിസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ലെറ്റ്സ് സീ ദീസ് ആർ ദി കൈൻഡ്സ് ഓഫ് പണിഷ്മെൻറ്റ്സ് ഓർ പെനാൽറ്റീസ് ഫോർ ആൻ എംപ്ലോയി. So it may be divided into two, that is minor penalty and major penalty. Minor penalties are oral warning, written reprimand, loss of privileges, fines, suspensions. And major penalties are withholding increments, demotion or stopping promotion, discharge and dismissal. I think you are clear with the kinds of punishments. Next we can see progressive discipline. So it means that it ties the reprimand to the severity and frequency of the employee's infraction, or a penalty for misbehavior vary according to how significant it is and how often it occurs. And the goal is to achieve compliance with organizational expectations through the least extreme reprimand possible. So here it ties, that is progressive discipline ties reprimand to the severity and frequency of the employee's infraction. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ലേ, പെനാൽറ്റീസിൽ ഓറൽ വാർണിംഗ് മുതൽ ഡിസ്മിസൽ വരെയുള്ള പ്രൊസീജിയേഴ്സ് പറഞ്ഞു. അപ്പം ഇതെല്ലാം ഈ ഒരു എംപ്ലോയിയുടെ ഇൻഫ്രാക്ഷൻസ് മൂലം, അതായത് എംപ്ലോയി ഡിസിപ്ലിൻ്റെ ലംഘനം, ഈ ഇൻഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ നമ്മൾ എന്താണ് ലംഘിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ എന്താണ് തെറ്റ് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. സോ ഒരു അല്ലേ വാർണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ സിവിയറിറ്റി, നമ്മൾ ചെയ്യുന്നതിൻ്റെ തീവ്രത അല്ലെങ്കിൽ ഫ്രീക്വൻസി അനുസരിച്ചാണ് എപ്പോഴും എന്താണ് എംപ്ലോയീസിന് നമ്മൾ ആ പെനാൽറ്റി ഫിക്സ് ചെയ്യുന്നത്. So penalties for misbehavior vary according to how significant it is and how often it occurs. സോ ഒരു പെനാൽറ്റി കൊടുക്കുമ്പം ഒരു മിസ്ബിഹേവിയർ, അത് ഹൗ സിഗ്നിഫിക്കൻറ്റ്, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ മൈനർ പെനാൽറ്റി, മേജർ പെനാൽറ്റീസ് പറഞ്ഞു. അപ്പം എന്തെല്ലാം കാരണങ്ങളിലാണ് മൈനർ എന്നും മേജർ എന്നും പറയുന്നതെന്നും ഇൻഡസ്ട്രിക്ക് ഉണ്ടല്ലേ, ഇന്ന കാര്യങ്ങൾ മൈനർ ഇന്ന കാര്യങ്ങൾ മേജേഴ്സാണ് അല്ലെങ്കിൽ ഇഷ്യൂസാണ്. അപ്പോൾ ഇൻഡസ്ട്രിയിലെ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ മൈനർ എന്നും മേജർ എന്നും തിരിച്ച് പല രീതിയിലാണ് നമ്മൾ പണിഷ്മെൻറ്റ്സ് കൊടുക്കുന്നത്. So the goal is to achieve compliance with organizational expectation through the least extreme reprimand possible. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ പെനാൽറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാ എംപ്ലോയീസിനും നമ്മൾ പെനാൽറ്റി കൊടുക്കുകയല്ല വേണ്ട. പകരം എന്താണ്, ഒരു ലീസ്റ്റ് എക്സ്ട്രീം റിപ്പറിമെൻറ്റ് പോസിബിളായി എപ്പോഴും പരമാവധി ഈ പെനാൽറ്റി കുറയ്ക്കുക, ആരും തന്നെ പണിഷ്മെൻറ്റ്സിന് ഇടവരുത്താതിരിക്കുക. അതായിരിക്കണം എപ്പോഴും ഒരു ഇൻഡസ്ട്രി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡിസ്മിസൽ സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരു സിവിയർ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മോശമായ പെരുമാറ്റം, അങ്ങേയറ്റത്തെ മോശമായ പെരുമാറ്റം വരുമ്പോഴാണ് ആ ഒരു ഡിസ്മിസൽ എന്ന് പറയുന്നൊരു സ്റ്റേജിൽ ഒരു എംപ്ലോയി എത്തുന്നത്. അപ്പം സാധാരണ കേസിൽ ഓറൽ വാർണിങ്ങിലോ അല്ലെങ്കിൽ റിട്ടേൺ റിപ്പറിമെൻറ്റിനോ അകത്ത് ആ പ്രശ്നങ്ങൾ സോൾവ് ആവാറുണ്ട്. അപ്പം ഒരു വ്യക്തിയുടെ ഒരു മോസ്റ്റ് ബിഹേവിയർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മോശമായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം കൊണ്ടായിരിക്കാം ആ വ്യക്തി ഡിസ്മിസൽ സ്റ്റേജിൽ വരെ എത്തുന്നത്. അതുകൊണ്ടാണ് അതിനെ ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ടൈസ് റിപ്പറിമെൻറ്റ് ടു ദ സിവിയറിറ്റി ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ എംപ്ലോയീസ് ഇൻഫ്രാക്ഷൻ ആൻഡ് ദ പെനാൽറ്റീസ് ഫോർ മിസ്ബിഹേവിയർ വേരി അക്കോർഡിംഗ് ടു ഹൗ സിഗ്നിഫിക്കൻറ്റ് ഇറ്റ് ഈസ് ആൻഡ് ഹൗ ഓഫൻ ഇറ്റ് ഒക്കേഴ്സ്.
Next, we can see the causes of indiscipline, that is, not discipline, causes of indiscipline. ഇൻഡസ്ട്രിയിൽ ഇൻഡിസിപ്ലിൻ വരാനുള്ള കാരണങ്ങൾ എന്താണ്? So let's see the points, that is, ineffective leadership, lack of well-defined code of conduct, faulty supervision, divide and rule policy of management, bias of favoritism in disciplinary action, then lack of timely redressal of employees' grievances, and the lack of promotional opportunities. So the first is ineffective leadership. That means discipline is what the leader makes it. ഒരു ഇൻഎഫക്റ്റീവ് ആയിട്ടൊരു ലീഡർഷിപ്പ്, അതായത് ഒരു സൂപ്പർവൈസർ, ഒരു എംപ്ലോയി ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുമ്പോൾ ഇൻഡസ്ട്രിയിലെ ഡിസിപ്ലിൻ എന്താണെന്ന് ഒരു ടോപ്പ് അതോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇമീഡിയറ്റ് ബോസ് നമ്മളെ അറിയിച്ചിരിക്കണം. അപ്പം ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ അറിയുന്നത് ശരിക്കും ആ ലീഡറിലൂടെ ആയിരിക്കണം. അപ്പം ആ ഒരു ലീഡർഷിപ്പ്, ഒരു ലീഡർ അത് ചെയ്യുന്നത് കണ്ട് വേണം നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ എംപ്ലോയീസ് അത് അറിയാൻ. അപ്പം ഒരു ഇൻഎഫക്റ്റീവ് ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ആ വ്യക്തി നല്ല രീതിയിൽ ഒരു തെറ്റ് കാണുമ്പോൾ ആ തെറ്റായിട്ട് തന്നെ പറഞ്ഞു തരിക, അല്ലെങ്കിൽ അത് ഇങ്ങനെയല്ല, അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പോസിറ്റീവ് സ്റ്റൈലിൽ നമ്മളെ നയിക്കുകയാണെങ്കിൽ ആ ലീഡർഷിപ്പ് നമുക്ക് നല്ലപോലെ ഡിസിപ്ലിൻഡ് ആവാൻ സഹായിക്കും. അപ്പോൾ ഒരു ഇൻഎഫക്റ്റീവ് ലീഡർഷിപ്പാണ് ഫസ്റ്റ് കോസ് അഗെയിൻസ്റ്റ് ഇൻഡിസിപ്ലിൻ. ആൻഡ് ദ സെക്കൻഡ് ഇസ് ലാക്ക് ഓഫ് well-defined code of conduct, that is, to guide behavior on both side. അതായത് ഒരു രണ്ട് ഭാഗത്ത് ഒരു എംപ്ലോയർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ എംപ്ലോയി എന്ന നിലയിൽ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഓരോ സെക്ഷൻസിലും നമ്മൾ എങ്ങനെ ആയിരിക്കണം. അപ്പോൾ ആ ഒരു വെൽ ഡിഫൈൻഡ് കോഡ് ഓഫ് കോണ്ടാക്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ന സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ നമ്മൾ മുമ്പ് ഇങ്ങനെ ചെല്ലണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ ആ വെൽ ഡിഫൈൻഡ് ആയിട്ട് കോഡ് ഓഫ് കോണ്ടാക്ട് ഇല്ല എങ്കിൽ അവിടെയും അത് ഇൻഡിസിപ്ലിന് നമുക്കറിയത്തില്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു ലാഘവത്തോടെ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഇൻഡിസിപ്ലിന് കാരണമാകും. പിന്നെ ഫോൾട്ടി സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സൂപ്പർവൈസറിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലേ, അതായത് നമ്മളെ നയിക്കാൻ ഒരു വ്യക്തിയില്ല, അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവിഷൻ്റെ ഫോൾട്ട് ഇല്ലേ, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മളത് നെഗറ്റീവാണെന്ന് ഒരാൾ പറഞ്ഞു തരികയാണെങ്കിൽ അത് നമുക്ക് തിരുത്താൻ പറ്റും. അപ്പോൾ ഒരു ഫോൾട്ടി സൂപ്പർവിഷൻ മൂലം എന്ത് ചെയ്യാം, അത് ഇൻഡിസിപ്ലിന് കാരണമാകുന്നു. പിന്നെ പറയാം ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഓഫ് മാനേജ്മെൻറ്റ്. അതായത് ചില കേസുകളിൽ എന്താണ്, ഇൻഡസ്ട്രിയിൽ ഡിവൈഡ്, അതായത് ഭിന്നിച്ച് ഭരിക്കുക എന്ന് പറയുന്നത് എംപ്ലോയർ അല്ലെങ്കിൽ ഇമീഡിയറ്റ് ബോസോ എന്ത് ചെയ്യും, എംപ്ലോയീസിൻ്റെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിച്ച് ഇവരെ ഡിവൈഡ് ചെയ്യിക്കുക. എന്ന് വെച്ചാൽ എന്തിനാണ്, ഇവർ ഒത്തു നിന്നാൽ ഇൻഡസ്ട്രിയിലെ പല കാര്യങ്ങളും ഒരുമിച്ച് നേടും. അല്ലെങ്കിൽ ഇപ്പോൾ സാലറിയുടെ കേസിലോ അല്ലെങ്കിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇതിനൊക്കെ പറ്റി അവർ ചോദ്യം ചെയ്യുമെന്നൊരു ഉറപ്പുണ്ടായതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യും, ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, ചിലപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ചില ഇഷ്യൂസ് ഉണ്ടാക്കി അവരെ പല പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനൊരു ഇഷ്യൂ വരുമ്പോൾ എന്താണ്, ഇവർ പല പല ഗ്രൂപ്പായിട്ട് നിൽക്കുകയും അതൊരു ഇൻഡിസിപ്ലിന് ഒരു കാര്യത്തിന് ഇവർ ഒരുമയോടെ നിൽക്കത്തില്ല. അപ്പം ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഓഫ് മാനേജ്മെൻറ്റ് ഇസ് അനദർ കോസ് ഓഫ് ഇൻഡിസിപ്ലിൻ. ദെൻ ബയാസ് ഓർ ഫേവറിറ്റിസം ഇൻ ഡിസിപ്ലിനറി ആക്ഷൻ. അവിടെ പറയുന്നത് എന്താണ്, ഇൻഡസ്ട്രിയിലെ ഡിസിപ്ലിനറി മെഷേഴ്സ്, അതായത് എല്ലാ ലെവൽസിനും ഒരു ഇൻഡസ്ട്രിയിൽ റൂൾസ്, പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ് ഇതെല്ലാം എല്ലാ ലെവൽസും ഒരുപോലെ പാലിച്ചിരിക്കണം. അപ്പോൾ ചില കേസിൽ ഫേവറിറ്റിസം, അതായത് ഒരു മിഡിൽ ലെവൽ എംപ്ലോയി ചെയ്യുമ്പോൾ അതൊരു കുറ്റം ആവത്തില്ല, പക്ഷേ ആ സെയിം തെറ്റ് ഒരു ലോ ലെവൽ എംപ്ലോയി ചെയ്യുമ്പോൾ ഒരു പക്ഷേ അത് വലിയ തെറ്റായിട്ട് കാണിക്കുകയും പണിഷ്മെൻറ്റ്സോ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പം അവിടെ ഒരു ബയാസ്, ഒരു ഊഹാപോഹം ഉണ്ട് അല്ലേ, അതായത് ആര് എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ പ്രശ്നമാകും. അപ്പം ഒരു ഫേവറിറ്റിസം അല്ലേ, ടോപ്പ് അതോറിറ്റിക്ക് ഇഷ്ടമുള്ളവർ ചെയ്യുമ്പോൾ അതൊരു കുറ്റമല്ല, എന്നാൽ ലോ അതോറിറ്റി ചെയ്യുമ്പം അല്ലെങ്കിൽ ലോ ലെവൽ ചെയ്യുമ്പോൾ അതൊരു കുറ്റമായിട്ട് കാണും. അപ്പം ഫേവറിറ്റിസം ഇൻ ഡിസിപ്ലിനറി ആക്ഷൻ വിത്ത് അതർ കോസ് ഓഫ് ഇൻഡിസിപ്ലിൻ. And the next is lack of timely redressal of employees' grievances. We already discussed what is grievances. അപ്പോൾ ഇൻഡസ്ട്രിയിലെ പരാതികൾ, അതിനെയാണ് ഗ്രിവൻസ് എന്ന് പറയുന്നത്. അത് സമയാസമയങ്ങളിൽ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, അത് ഇൻഡിസിപ്ലിന് കാരണം. അതായത് നമ്മളൊരു പരാതി പറഞ്ഞു, നമുക്കൊരു എന്താണ് എംപ്ലോയീസിൻ്റെ ഇടയിൽ നിന്നൊരു പരാതി എംപ്ലോയർ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ബോസിനെ അറിയിച്ചു, അത് 1 മാസമായി 2 മാസമായിട്ടും അത് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഫീൽ എന്താണ്, ഞങ്ങളുടെ ഭാഗം ആരും കേൾക്കാനില്ല. അപ്പോൾ അത് വീണ്ടും എന്താണ്, അവർ അതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഇനി ഞങ്ങൾക്ക് ആരും ഇല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞ് അവരൊരു ബിലോങ്ങിങ്നെസ് ഇല്ലാത്ത രീതിയിൽ പെരുമാറുകയും അത് ഇൻഡിസിപ്ലിന് കാരണമാകുകയും ചെയ്യും.
നെക്സ്റ്റ് ഇസ് ലാക്ക് ഓഫ് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റി. ഇനി ഇൻഡസ്ട്രിയിൽ തന്നെ എന്താണ് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റി. ഇപ്പം ഒരു PG കഴിഞ്ഞൊരു വ്യക്തി ഇൻഡസ്ട്രിയിലേക്ക് ഒരു അവസരം കിട്ടുന്ന ക്ലറിക്കൽ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ മിഡിൽ ലെവലിലേക്കോ ആയിരിക്കാം. പക്ഷേ ആ വ്യക്തിയുടെ ആഗ്രഹം എന്തായിരിക്കാം, കുറച്ച് ദിവസം കഴിഞ്ഞ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് കിട്ടുമെന്നായിരിക്കാം. അതായത് തുടങ്ങുന്ന സമയത്ത് ഒരു മിഡിൽ ലെവൽ എംപ്ലോയി ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസ് അനുസരിച്ച് 2-3 വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു നല്ല ലെവലിലേക്ക് എത്താമെന്ന ആഗ്രഹത്തോടെ ആയിരിക്കും ആ വ്യക്തി മിഡിൽ ലെവലിലേക്ക് വരുന്നത്. പക്ഷേ അത്രയും വർഷം കഴിഞ്ഞിട്ട് ആ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി കിട്ടാതെ വരുമ്പോഴും ആ ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ ആ കിട്ടാതെ വരുന്നതിൻ്റെ ഉള്ള പ്രോബ്ലംസ് അല്ലേ, അല്ലെങ്കിൽ തൻ്റെ അത്രയും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ തൻ്റെ ഹയർ പോസ്റ്റിലേക്ക് വേറെ പോകുന്നു. അപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോഴും അത് ഇൻഡിസിപ്ലിൻസിന് കാരണമാകും. So these are the causes of indiscipline, that is ineffective leadership, lack of well-defined code of conduct, faulty supervision, divide and rule policy of management, favoritism in disciplinary action, lack of timely redressal of employees' grievances, and lack of promotional opportunities. So next is defective communication system, inadequate attention to personal problems, victimization and excessive work measures, uninteresting work, then drunkenness and family problem, political and trade union influence, and low wages and poor working condition. സോ ഫസ്റ്റ് ഇസ് ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയില്ലേ, ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ലാക്ക് ഓഫ് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റി കോസിങ് ഫീൽ ഓഫ് സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അടുത്തൊരു ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതായത് ഇൻഡസ്ട്രിയൽ ടോപ്പ് അതോറിറ്റിയും അല്ലെങ്കിൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോ ലെവൽ എന്ന് പറയില്ലേ. അപ്പോൾ ടോപ്പ് ലെവൽ ഒരു ഡിസിഷൻ എടുത്താൽ അത് ലോ ലെവലിൽ എത്തുന്നതിനൊരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലേ. അതായത് മിഡിൽ ലെവൽ പറഞ്ഞ് മിഡിൽ ലെവലിൽ വേണം അല്ലെങ്കിൽ നമ്മളോട് അത് പറയാൻ ലോ ലെവലിനോട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. ടോപ്പ് അതോറിറ്റി പറഞ്ഞ കാര്യം ലോ ലെവലിലേക്ക് എത്തുന്നതിൻ്റെ ആ ഒരു ചിലപ്പം പറഞ്ഞ കാര്യം ഡിസ്റ്റോർട്ടഡ് ആവും. ചിലപ്പോൾ പറയാതെന്നും അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ പറയാതിരിക്കുക അല്ലെങ്കിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ ആ ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും എന്താണ്, ഒരു ഇൻഡിസിപ്ലിന് കാരണമാകും. നെക്സ്റ്റ് ഇസ് ഇനാഡിക്വേറ്റ് അറ്റൻഷൻ ടു പേഴ്സണൽ പ്രോബ്ലംസ്. ഇനി നമുക്ക് നമ്മളുടേതായ പേഴ്സണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രോബ്ലംസ് ആണ് ഇല്ലേ. അപ്പം ചില സമയത്ത് നമ്മൾ വർക്കിലാണെങ്കിലും നമുക്ക് എന്താണ് നമ്മുടെ പേഴ്സണൽ പ്രോബ്ലംസ് നമ്മളെ ഒരുപാട് അലട്ടാം, ചില സ്ട്രെസ്സുകളൊക്കെ. അപ്പം ഈ അറ്റൻഷൻ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പേഴ്സണൽ പ്രോബ്ലംസിലേക്ക് കടന്നു വീഴുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വർക്ക് സ്മൂത്ത് ആകാതെയും അത് ഇൻഡിസിപ്ലിന് കാരണമാകുകയും ചെയ്യും. പിന്നെ വിക്ടിമൈസേഷൻ ആൻഡ് എക്സസീവ് വർക്ക് മെഷേഴ്സ് ഇല്ലേ. ചില കേസിൽ എന്താണ് ഇരയാക്കുക, അതായത് എംപ്ലോയർ ഇല്ലേ, അപ്പം സ്ഥിരമായിട്ടൊരു വ്യക്തി ഇല്ലേ, അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ യൂണിയനിലെ ഒരു മെമ്പറാണ്, അദ്ദേഹം എന്തുണ്ടെങ്കിലും ചോദ്യം ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ എന്താണ് കാരണങ്ങളില്ലാതെ തന്നെ ആ വ്യക്തിയെ ചില ഇഷ്യൂസിൽ പെടുത്തുകയോ അല്ലെങ്കിൽ അയാളെ തന്നെ എന്താണ് വിക്ടിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇരയാക്കുക എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ എക്സസീവ് ആയിട്ടുള്ള വർക്ക് മെഷേഴ്സ് ഇല്ലേ, ഒരു വർക്ക് അവേഴ്സ് കഴിഞ്ഞിട്ടും പിന്നെ വർക്ക് ലോഡ് കൂടുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ടാകുകയും അത് ഇൻഡിസിപ്ലിന് കാരണമാകുകയും ചെയ്യുന്നു. പിന്നെ അൺഇൻട്രസ്റ്റിംഗ് വർക്ക് ഇല്ലേ, അതായത് ഇഷ്ടമില്ലാതെ ചെയ്യുന്ന ചില ജോലികളില്ലേ. അതായത് നമ്മൾ എന്താണ് ചിലപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങിയ ഫീൽഡും ചെയ്യുന്ന ജോലിയും തമ്മിൽ ബന്ധം കാണത്തില്ല അല്ലേ. പക്ഷേ നമ്മുടെ അന്നത്തെ സാഹചര്യം അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നൊരു ഇതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ ആയിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ അൺഇൻട്രസ്റ്റിംഗ് വർക്ക് ഇല്ലേ, അപ്പം ജോലി ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തതാണ്. പിന്നെ ആ ചെയ്യുന്നതിനകത്ത് നമുക്ക് ചില പ്രോബ്ലംസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് അത് ഇൻഡിസിപ്ലിന് കാരണമാകും. നെക്സ്റ്റ് ഈസ് ഡ്രങ്കണ്ണസ് ആൻഡ് ഫാമിലി പ്രോബ്ലംസ്. അറിയാലോ, മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനി അതുപോലെ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടല്ലോ, ഇപ്പോൾ സെപ്പറേറ്റഡ് ആണോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കുടിച്ചിട്ട് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചില പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുടിച്ചിട്ടൊക്കെ നിൽക്കുന്ന ആളും പിറ്റേ ദിവസം ഇൻഡസ്ട്രി വരുമ്പോഴും അവരുടെ ജോലി നടക്കത്തില്ല. പിന്നെ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിലും ഈ ഇഷ്യൂസിലെല്ലാം കിടന്ന് മനസ്സിങ്ങനെ ഇല്ലേ പ്രശ്നമായിട്ടിരിക്കുമ്പോൾ ആക്ച്വൽ വർക്ക് അവിടെ നടക്കത്തില്ല. അപ്പോൾ ആക്ച്വൽ വർക്ക് നടക്കാതിരിക്കുമ്പം ഇൻഡസ്ട്രിയുടെ പ്രഷർ ഓൾറെഡി ഉണ്ട് അല്ലേ. ഇമീഡിയറ്റ് ബോസ് എന്ത് ചെയ്യും, നമ്മൾ ഈ വർക്ക് ഫുൾഫിൽ ചെയ്യാത്തതുകൊണ്ട് അവർ ഷൗട്ട് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഈ ഫ്രസ്ട്രേഷൻസ് എല്ലാം കൂടെ ഉള്ളിലിരുന്ന് ചിലപ്പോൾ അത് നമ്മൾ തിരിച്ച് പ്രതികരിക്കുകയും അത് ഇൻഡിസിപ്ലിന് കാരണമാകുകയും ചെയ്യും. നെക്സ്റ്റ് ഇസ് പൊളിറ്റിക്കൽ ആൻഡ് ട്രേഡ് യൂണിയൻ ഇൻഫ്ലുവൻസ്. ഇനി
ഔട്ട്സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇന്റർ യൂണിയൻ റൈവലറീസ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഉണ്ട്. ഇപ്പോൾ ട്രേഡ് യൂണിയൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കാത്തതോ അല്ലെങ്കിൽ നിൽക്കുന്നതോ ഒക്കെ ചില പ്രശ്നങ്ങൾ. അപ്പം ട്രേഡ് യൂണിയൻ പറയുകയാണല്ലേ, നീ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഒപ്പം ഞാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഇഷ്യൂസിൽ പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഞാൻ നിങ്ങളെ നോക്കിക്കോളാം. അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിരിക്കും ഈ വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്ത് പല തെറ്റിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ്, ഇൻഡിസിപ്ലിന് കാരണമാകുന്നു. ആൻഡ് ദ ലാസ്റ്റ് ഇസ് ലോ വേജസ് ആൻഡ് പുവർ വർക്കിംഗ് കണ്ടീഷൻ. ഇതൊന്നും കൂടാതെ എന്താണ്, ആ വ്യക്തിക്ക് കിട്ടുന്ന വേതനം അല്ലെങ്കിൽ ശമ്പളം എന്ന് പറയുന്നത് തീരെ കുറവാണ്. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താലും കിട്ടുന്നത് ഏറ്റവും കുറഞ്ഞ ഒരു വേതനമാണ്, അല്ലെങ്കിൽ ശമ്പളമാണ്. അതുപോലെ നമുക്ക് കിട്ടേണ്ട ഒരു വർക്കിംഗ് കണ്ടീഷൻസ് അല്ലേ, നല്ലൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അവിടെ എന്താണ്, ഇൻഡസ്ട്രിയിൽ ഇൻഡിസിപ്ലിൻ, അതായത് കിട്ടാതെ വരുമ്പോൾ അല്ലേ, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ആത്മാർത്ഥമായിട്ടൊരു കൂലി കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഉള്ളതിന് നല്ലപോലെ ജോലി ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അതില്ലാതെ വരുമ്പോഴെന്താണ്, ഓട്ടോമാറ്റിക്കലി അത് മറ്റെന്തെങ്കിലും കാരണമാകുകയും അത് ഇൻഡിസിപ്ലിന് കാരണമാകുകയും ചെയ്യും. അപ്പം ഐ തിങ്ക് യു ആർ ക്ലിയർ വിത്ത് ദി കോസസ് ഓഫ് ഇൻഡിസിപ്ലിൻ. അപ്പം വി ആർ ഡിസ്കസ് ലോട്ട്സ് ഓഫ് പോയിൻറ്റ്സ് ഹിയർ. സോ today we are discuss the what is the kinds of punishment, that is minor penalty and major penalty, and we discuss the progressive discipline and what are the causes of indiscipline. So prepare well, study well. This is the end of today's portion. Thank you.